പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 8 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടതകൾ നിറഞ്ഞ സമയമായിരിക്കും. എങ്കിലും കുടുംബത്തിന് അത് ഗുണകരമായിരിക്കുന്ന സമയമാണ്. 8 മുതൽ 27 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ്. പല പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് ഈ സമയത്തിൽ വന്നു ചേർന്നേക്കാം. ഈ കാലത്തിൽ വിദ്യാഗുണം ഉണ്ടാകുമെങ്കിൽ കൂടിയും അതിന് ചെറിയ രീതിയിൽ തടസ്സങ്ങളോ മന്ദതയോ വന്നു ചേർന്നേക്കാം. സ്ത്രീകൾക്ക് ഈ സമയം വിവാഹത്തിന് അനുകൂലമാണ്. 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണകരമാണ്. കർമ്മപരമായുള്ള ഉയർച്ച, സാമ്പത്തികമായ അഭിവൃദ്ധി, പുതിയ ഗൃഹവാഹന ലാഭം, വിദേശ ഭാഗ്യം തുടങ്ങിയ അനേകം സൽഗുണങ്ങൾ ഈ സമയത്തിൽ അനുഭവമാക്കും. 44 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം അത്ര കണ്ട് മെച്ചമല്ല. അപകടങ്ങൾ, ഇഷ്ടബന്ധുക്കളുടെ വിയോഗങ്ങൾ, രോഗപീഠകൾ തുടങ്ങിയവ ഈ സമയത്തിൽ അനുഭവമാകും. 51 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം സുഖസമൃദ്ധമായിരിക്കുന്ന ജീവിതം ഉണ്ടാകും. സന്താനങ്ങൾ നിമിത്തമായിട്ട് ഉയർച്ച, സജ്ജന ബഹുമാന്യത തുടങ്ങിയവ ഈ സമയത്തിൽ വന്നു ചേർന്നേക്കാം. 71 വയസ്സിന് ശേഷം സമാധാനപരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമല്ലാത്ത നക്ഷത്രങ്ങൾ അഥവാ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രേവതി, ഭരണി, രോഹിണി എന്നീ നക്ഷത്രങ്ങളും പൂരുരുട്ടാതി കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറും, പൂരുരുട്ടാതി നക്ഷത്രം മീനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് തുലാക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായിരിക്കുന്ന ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും പ്രതികൂലങ്ങളായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. പ്രസ്തുത നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ഇവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നൽകുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഈ നക്ഷത്രക്കാരുമായുള്ളതായിരിക്കുന്ന കൂട്ടുകെട്ടും അത്ര കണ്ട ഗുണം ചെയ്യില്ല. മേൽപ്പറഞ്ഞ പ്രതികൂല നക്ഷത്രങ്ങളിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.